ഹലോ ഫ്രണ്ട്സ്, നമുക്കിന്ന് മൈസൂർ പാക്ക് ഉണ്ടാക്കി നോക്കിയാലോ. അപ്പോൾ ആദ്യം നമുക്ക് റെഡിക്കാനുള്ള പാത്രം വേണം. അതിലേക്ക് നമുക്ക് കടലമാവ് ഇട്ട് കൊടുക്കാം കേട്ടോ. പ്രത്യേകം ശ്രദ്ധിക്കുക, നമ്മുടെ സ്റ്റവ് എപ്പോഴും സിം മോഡിലാണ് ഇരിക്കേണ്ടത്. അത് മാത്രമല്ല, കടലമാവ് ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് അടി പിടിക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് റോസ്റ്റിൻ്റെ മണം വന്നിട്ട് നമുക്കൊന്ന് ഓഫാക്കി മാറ്റി വയ്ക്കാം. ഇനി നമുക്കൊരു പാൻ ചൂടാക്കാൻ വയ്ക്കാം. അതിലേക്ക് നമുക്ക് ഷുഗർ സിറപ്പ് ഉണ്ടാക്കാം കേട്ടോ. നമ്മൾ റോസ്റ്റ് ചെയ്ത് വെച്ച കടലമാവ് ഇതിലേക്ക് കുറച്ച് ഇട്ട് കൊടുത്ത് നന്നായി മിക്സ് ചെയ്തെടുക്കാം. ഈ ഒരു കൺസിസ്റ്റൻസിലാകുമ്പോൾ നമുക്കൊന്ന് ഫ്ലെയിം ഓഫ് ചെയ്ത് വയ്ക്കാം കേട്ടോ. ഇനി അതിലേക്ക് നമുക്ക് ഗീ ഇട്ട് കൊടുക്കാം. നന്നായി മിക്സ് ചെയ്തെടുക്കാം. നമുക്കിനി ഫ്ലെയിം ഓൺ ചെയ്ത് വയ്ക്കാവേ. ഇനി നമുക്ക് ഒരു എയർ ബബിൾസ് പോലും ഇല്ലാതെ നമുക്ക് ഇതുപോലെ റെഡിയാക്കി എടുക്കണം. നമുക്ക് ഒരു പുഡിംഗ് ട്രേ എടുക്കാം. പുഡിംഗ് ട്രേയിലേക്ക് നമുക്ക് നെയ്യ് ഒന്ന് ഗ്രീസ് ചെയ്തെടുത്ത ശേഷം ഈ ഒരു മിക്സ് അതിലേക്ക് ഒഴിച്ച് കൊടുക്കാം. പ്രത്യേകം ശ്രദ്ധിക്കണം, ഫ്രീസറിൽ വെക്കരുത് കേട്ടോ. നമുക്ക് റൂം ടെമ്പറേച്ചറിൽ വെച്ചാൽ മതി. ഫ്രീസർ അഥവാ വെച്ച് ഇങ്ങനെ മുകളിലത്തെ നെയ്യൊക്കെ വറ്റിപ്പോകും. അപ്പോൾ ഇതാണ് നമ്മുടെ ഐറ്റം. എല്ലാവരും ഇവിടെ ട്രൈ ചെയ്ത് ഫീഡ്ബാക്ക് കമൻറ്റ് ചെയ്യാൻ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യണം. മറ്റു വീഡിയോയിലേക്ക് ബൈ ബൈ. ഹലോ ഫ്രണ്ട്സ്, നമുക്കിന്ന് മൈസൂർ പാക്ക് ഉണ്ടാക്കി നോക്കിയാലോ. അപ്പോൾ ആദ്യം നമുക്ക് റെഡിക്കാനുള്ള